പ്രവീൺ, എന്താണ് ഈ കേസ് എന്നുള്ളത് നമ്മൾ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. ഇനി അറിയേണ്ടത് DIG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിക്കേണ്ട ഈ കേസിലെ പ്രതികൾ സഹപാഠി മുതൽ ക്രിമിനൽ കേസ് പ്രതി വരെ നീളുന്ന ഒരു സംഘം ഉൾപ്പെട്ടതാണ്. ഇവർ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇവർക്കിടയിൽ ഒരു ചങ്ങല പോലെ ഈ പെൺകുട്ടിയെ കാഴ്ചവെക്കുന്നതിനായി ഒരു ശ്രേണി രൂപീകരിക്കപ്പെട്ടിരുന്നു. ഇതേക്കുറിച്ചൊക്കെ എങ്ങനെയായിരിക്കും ഇനി അങ്ങോട്ടുള്ള ആഴത്തിലുള്ള അന്വേഷണം പ്രവീൺ? സുജിയ, ഇന്നലെ വരെ പത്തനംതിട്ട DVSPയുടെ നേതൃത്വത്തിലായിരുന്നു ഈ കേസ് അതിന്റെ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാ പുതിയ ഒരു അന്വേഷണ സംഘം രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു. DIG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും ഇനി ഈ കേസ് അന്വേഷിക്കുക. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയും ഈ അന്വേഷണ സംഘത്തിൽ അംഗമാണ്. അങ്ങനെ 25 അംഗ പ്രത്യേക അന്വേഷണ സംഘമാണ് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ തന്നെ 26 പ്രതികൾ പിടിയിലായി കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആകെ 64 പ്രതികളുള്ള കേസാണ്. CWC ചെയർമാന്റെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ 64 എന്നുള്ളതല്ല, അതിൽ കൂടുതൽ നമ്പറിലേക്ക് ഒരുപക്ഷെ പ്രതികളുടെ എണ്ണം എത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രതികളെയും നിയമത്തിന് മുന്നിൽ എത്തിക്കുക എന്നത് തന്നെയാണ് ഈ പോലീസ് ലക്ഷ്യമിടുന്നത്. പത്തനംതിട്ട പോലീസ് സ്റ്റേഷനുകളിലായിട്ടാണ് ഇപ്പോൾ ഈ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ജില്ലയ്ക്ക് പുറത്തേക്കും അന്വേഷണം നീണ്ടിട്ടുണ്ട്. കൊല്ലം ജില്ലയിൽ നിന്നും ചില പ്രതികളെ പിടികൂടിയതായി സൂചനയുണ്ട്. കാരണം പത്തനംതിട്ട ജില്ലക്കാരായിട്ടുള്ളവർ ജോലി സംബന്ധമായൊക്കെ മറ്റ് ജില്ലകളിലേക്ക് പോയിട്ടുണ്ട്. ഈ പ്രതിപട്ടികയിൽപ്പെട്ടവർ അവരെ കൂടി ഈ നിയമത്തിന് മുന്നിൽ എത്തിക്കുക എന്ന വലിയ ലക്ഷ്യം കൂടി പോലീസിനുണ്ട്. ഏതായാലും ഒരു DIGയുടെ നേതൃത്വത്തിൽ തന്നെ അന്വേഷണം ഇനി മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാവുന്നതാണ്. ഇന്നലെ തന്നെ ദേശീയ വനിതാ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. പ്രത്യേക അന്വേഷണ സംഘം അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അതിന്റെ മറ്റൊരു തലത്തിലേക്ക് പോകുന്നു. ഇനിയും പകുതിയിലധികം പ്രതികളെ കൂടി ഏതായാലും പിടികൂടാനുണ്ട്. ഏതായാലും വളരെ ഗൗരവത്തോടെ തന്നെ അന്വേഷണം മുന്നോട്ട് പോകുന്നു. ഇന്ന് 10 പ്രതികളെയാണ് കസ്റ്റഡിയിലെടുത്തിരുന്നത്. അതിൽ 6 പ്രതികളുടെ അറസ്റ്റ് ഇതിനോടകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വൈദ്യപരിശോധനയെല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. തെളിവെടുപ്പും ഈ ഘട്ടത്തിൽ പുരോഗമിക്കുകയാണ്. സുജയ.